നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തായ്വാനെ പിടിച്ചുകുലുക്കി തുടർ ഭൂചലനം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തായ്വാന്റെ കിഴക്കൻ തീരത്ത് 80-ലധികം ഭൂചലനങ്ങളാണ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെയാണ് തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായത്. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ തായ്പേയിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായാണ് റിപ്പോർട്ട്. തായ്വാന്റെ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ ഭൂചലനങ്ങൾ ഉണ്ടായത്. അപകടത്തിൽ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഈ മാസം ആദ്യം തായ്വാനിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 14 പേരാണ് മരിച്ചിരുന്നത്. അതിനുശേഷം 100ഓളം തുടർചലനങ്ങളാണ് തായ്വാനിൽ ഉണ്ടായത്. 3-ാം തീയതി ഉണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഒരു ഹോട്ടൽ ഇന്നലെ ഉണ്ടായ ചലനത്തിൽ പിന്നാലെ ഒരു വർഷത്തേക്ക് പൂർണ്ണമായി ചരിഞ്ഞു പോയതായും ഹുവാലിയയിലെ അഗ്നിരക്ഷമന സേനാ വിഭാഗം അറിയിച്ചു. കേടുപാടുകൾ സംഭവിച്ചതിന് പിന്നാലെ ഈ ഹോട്ടൽ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഏപ്രിൽ ആദ്യവാരത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 14 പേരാണ് തായ്വാനിൽ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ നിരവധി തുടർചലനങ്ങളാണ് തായ്വാനിൽ ഉണ്ടായത്. ഈ തുടർചലനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടതാണ് എന്നാണ് തായ്വാനിലെ സീസ്മോളജി സെൻട്രൽ ഡയറക്ടർ പ്രതികരിച്ചിരുന്നത്. ശക്തമായ മഴ കൂടിയാണ് തായ്വാനിൽ പ്രവചിച്ചിട്ടുള്ളത്. അതിനാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അവഗണിക്കുന്നില്ല എന്നാണ് സീസ്മോളജി വിഭാഗം വിശദമാക്കുന്നത്. ഏപ്രിൽ 3-ന് സാരമായി തകരാറുണ്ടായ 2 കെട്ടിടങ്ങൾ ചെരിയുന്നത് തുടരുകയാണ്. 2016-ൽ തായ്വാന്റെ തെക്കൻ മേഖലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 100-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 7.3 തീവ്രതയുള്ള ഭൂകമ്പമാണ് അന്ന് സംഭവിച്ചത്. 1999-ലുണ്ടായ ഭൂകമ്പത്തിൽ 2400 പേരാണ് തായ്വാനിൽ കൊല്ലപ്പെട്ടത്. 7.7 തീവ്രതയുള്ള ഭൂകമ്പമാണ് 1999 തായ്വാനിൽ ഉണ്ടായത്. ഏപ്രിൽ 3-നുണ്ടായ ഭൂകമ്പം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തിയേറിയതായിരുന്നു. ഭൂകമ്പ സാധ്യത മുൻകൂട്ടി കണ്ടുള്ള നിർമ്മാണങ്ങൾക്ക് ഏറെ പ്രശസ്തമാണ് തായ്വാൻ.